നമ്മൾ ഒരിക്കലും ഏത് തെയ്യം കഴിക്കും നമ്മളൊരു അഹങ്കാരത്തോട് ഒരു വാക്കോ വർത്തനോ നമ്മൾ പറയാൻ പറ്റില്ല. എപ്പോൾ നമ്മളെ ദൈവത്തിന് നമ്മൾ അർപ്പിച്ച് നമ്മെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്യും. ബാക്കി നമ്മളെ ദൈവം നമ്മളെ കൂടി ഉണ്ടാവും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ആ തെയ്യം കഴിച്ചു. പിന്നെ ഇതുവരെ ആടെ പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ല. കാരണം 163 തവണയാണ് പിന്നെ മേലേരിൽ വീണത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ തമ്പുരാൻ വന്ന് പിടിച്ചു. അവിടെ നിന്ന് കുറച്ച് തെയ്യം സംസാരിച്ചു. മേലേരി വണക്കെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെ ക്ഷേത്രം കവാടത്തിലെത്തി. അപ്പം അവരെല്ലാവരെയും മുമ്പിൽ നിന്നൊരു പിന്നെ ഈ തെയ്യിൽ വീണത് ഇങ്ങനെ പ്രവചിക്കുക എന്നുള്ളൊരു സംഗതി ആദ്യം ഉണ്ടായിരുന്നു. അപ്പം 163 തവണ നമ്മൾ പിന്നെ ഭഗവാൻ അഗ്നി പുണർന്നു ഇതിലൂടെ പ്രവചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായി. ഒരു പിന്നെ എംബ്രോൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രവചിക്കുകയും ചെയ്തു. തെയ്യം കഴിഞ്ഞ് പിന്നെയാണ് പിന്നെ എംബ്രോനായാലും തമ്പുരാനായാലും എന്നോട് പറഞ്ഞു നമ്മളൊരു സംഗതി ചെയ്യുന്നുണ്ട്, അത് പണിക്കറെ വിളിച്ചറിയിക്കാണ്. അങ്ങനെയാണ് രണ്ടാമതും ഒരു ആചാരത്തിൻ്റെ ഇതവർ എന്നോട് സംസാരിച്ചു.